കരുവന്നൂരിൽ പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂരിന്റെ കാര്യത്തിൽ കേരളത്തെ തകർക്കുക എന്ന സമീപനമാണ് ബി.ജെ.പി. സ്വീകരിക്കുന്നത്. നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോകുന്നത്. വഴിതെറ്റിയ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയെ തകർക്കാൻ അനുവദിക്കില്ല. നിക്ഷേപകർക്ക് 117 കോടി രൂപ തിരിച്ചു നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ പ്രകടന പത്രിക പുറത്തു വന്നു. വർഗീയ അജണ്ടയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്തവണ LDF മികച്ച വിജയം നേടുമെന്നുള്ളത്. ബി.ജെ.പിയും ആ പാർട്ടി നയിക്കുന്ന മുന്നണിയും എല്ലാ മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്തേക്കോ അവഗണനീയമായ അവസ്ഥയിലേക്കോ തള്ളപ്പെടും. കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ അനുഭവം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള ജനത ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ജെയ്സൺ ചാമോളപ്പിൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിലും മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നു. അതിൽ കരുവന്നൂരിനെ കുറിച്ച് തൃശ്ശൂരിൽ 4-5 വരികൾ മാത്രം പറഞ്ഞൊതുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ കരുവന്നൂർ പ്രധാനമന്ത്രിയിലൂടെ ബി.ജെ.പി. ചർച്ചയാക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണോ ഇന്ന് ശക്തമായ, അതും കുറിക്കുകൊള്ളുന്ന ഒരു മറുപടിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്? സുജയ പാർവതി, ഗുഡ് മോർണിംഗ്. ഏതായാലും പ്രധാനമന്ത്രിക്ക് മറുപടി പറയാതെ തിരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോകാനാകില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല പ്രധാനമന്ത്രി ഇന്നലെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് അതേ നാണയത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ 3 വർഷമായി കള്ളം പറയുന്നു എന്നതാണ് ഇന്നലെ പ്രധാനമന്ത്രി ഉന്നയിച്ച വ്യക്തിപരമായ ഒരു ആരോപണം. അതിനാണ് അദ്ദേഹം അക്കമിട്ട് മറുപടി നൽകിയിരിക്കുന്നത്. തനിക്ക് കള്ളം പറയുന്ന ശീലം തനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ മറുപടി ആരംഭിക്കുന്നത്. കരുവന്നൂർ വെച്ച് കേരളത്തെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് ബി.ജെ.പി. നടത്തുന്നതെന്നാണ് അദ്ദേഹം പ്രധാനമായും ആരോപിക്കുന്നത്. അതേസമയം സഹകരണ മേഖല നല്ല രീതിയിൽ പോകുന്നു. സഹകരണ മേഖലയെ തകർക്കുന്നതിലൂടെ കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ചില മനുഷ്യർ വഴിതെറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. ആ വഴിതെറ്റി സഞ്ചരിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കരുവന്നൂർ ബാങ്ക് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം 117 കോടി രൂപ തിരിച്ചു നൽകുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതേസമയം അഴിമതി നടത്തിയവരെ ഒരു രീതിയിലും സംരക്ഷിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. നല്ല രീതിയിൽ പോകുന്ന സഹകരണ മേഖല ഇപ്പോഴും ആ ബാങ്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം CPM-ന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നത് സുരേഷ് ഗോപിയെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെയും മറ്റും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിലൂടെ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താനാകുമെന്നാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ED-യും അതുപോലെ തന്നെ BJP-യും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സുരേഷ് ഗോപി പോകുന്നില്ല. മാത്രമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഡീലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിരന്തരമായി പറയുന്നുണ്ട് BJP CPM ഡീല് നടക്കുന്നുണ്ട്. 2 മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡീലുണ്ടെന്ന ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് അത് കോൺഗ്രസിന്റെ മോഹം മാത്രമാണ്. CPM രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയാണ്. കേന്ദ്ര ഏജൻസികളെ കൊണ്ട് എന്തും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും CPM-നെ തളർത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിൽ അദ്ദേഹം വ്യക്തമായ ഒരു മറുപടിയും നൽകിയില്ല. അന്വേഷണം നടക്കട്ടെ, നിങ്ങളുടെ മോഹങ്ങളാണ്, അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകുമെന്ന സൂചന നൽകുന്ന രീതിയിലുള്ള മറുപടികളാണ് അദ്ദേഹം നൽകുന്നത്. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരു കാര്യമായ ഒരു വ്യക്തത വരുത്തുന്ന ഒരു മറുപടി നൽകിയില്ല. കരുവന്നൂർ വിഷയത്തിലാണ് അദ്ദേഹം ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സഹകരണ മേഖലയെ തകർക്കാനുള്ള, സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താനുള്ള, ജയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും പുറകിലെന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. സുജയ. ഓക്കെ, ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ജെയ്സൺ, എന്തു തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും മാസപ്പടി, കരുവന്നൂർ, സ്വർണ്ണക്കുടത്ത്, ഈ 3-ലും കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നേരിട്ട് ആരോപിക്കാം, അതുപോലെ തന്നെ പരോക്ഷമായി മുഖ്യമന്ത്രിയിലേക്ക് തിരിച്ചുവിടാം, അങ്ങനെ മുഖ്യമന്ത്രിയെ പിൻ പോയിന്റ് ചെയ്തുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് അതിനുള്ള ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു പിണറായി വിജയനെയും ഇന്ന് കാണാൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ ജില്ലയിൽ ഏതെങ്കിലും ബാക്കിയുണ്ടോ?
ഇന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൊതുപരിപാടികളെല്ലാം മുഖ്യമന്ത്രി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലുള്ള പൊതുപരിപാടികളാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കരുവന്നൂർ വിഷയം ഇതിനകം തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് മറ്റു രീതിയിലുള്ള പുതിയ വിവാദങ്ങൾക്കൊന്നും വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നിരവധി നൂറുകണക്കിന് പേർക്ക് പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ ബാങ്കിനകത്ത് നടന്ന തെറ്റായ നടപടിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നിക്ഷേപകർക്ക് യാതൊരു ആശങ്കയുടെയും കാര്യമില്ല എന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഇത് പറയാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞത് പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ ഉപദേശങ്ങൾ തേടുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ഒരു കാര്യം വ്യക്തമാക്കുന്നത്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു നൽകാനുള്ള നടപടികളുണ്ടാകും. ശക്തമായ നടപടി മുൻകാലങ്ങളിൽ എടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പോകുന്നു. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ കരുവന്നൂർ പ്രധാനമന്ത്രി തുറന്നുവിട്ട ഭൂതം ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി ഏറ്റെടുത്തിരിക്കുന്ന ആ ചർച്ച വരും ദിവസങ്ങളിൽ ഈ ചർച്ച കൊഴുക്കും. പക്ഷേ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് മേഖലയെ, തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരികയും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ മത്സരം അതിശക്തമായ മത്സരമായി മാറുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. സുജയ. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.